കേരളത്തിലെ ആദ്യത്തെ കാർബൺ സന്തുലിത ഭവനമായി വീട്. കോഴിക്കോട് വേങ്ങേരി നിറവ് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകൻ ഡോക്ടർ ബാബു പറമ്പത്തിന്റെ മേട എന്ന വീടാണ് ഈ അംഗീകാരം കരസ്ഥമാക്കിയത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രാദേശിക പ്രവർത്തനത്തിൽ പുതിയ ചുവടുവെപ്പായി കോഴിക്കോട് വേങ്ങേരിയിലെ മേട എന്ന വീടിന് കാർബൺ സന്തുലിത ഭവന പദവി ലഭിച്ചു. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് വിശദ പഠനത്തിന് ശേഷം വീടിന് കാർബൺ ന്യൂട്രൽ വീട് എന്ന പദവി നൽകിയത്. കേരളത്തിൽ ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിക്കുന്ന ആദ്യത്തെ വീടാണിത്. CWRDM ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ മേട കാർബൺ സന്തുലിത ഭവന റിപ്പോർട്ടിന്റെ പ്രകാശനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. അതിന്റെ കണക്കൊന്ന് പറയണം. എത്ര ഇത് ഉപയോഗിച്ച് നമ്മൾ സാധാരണ അടുപ്പിൽ ചെയ്യുന്നതിന് പകരം പുകയില്ലാത്ത അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കാർബൺ എമിഷൻ കുറഞ്ഞു കിട്ടുക. കാരണം നമ്മൾ അത്രയും വേസ്റ്റ് ആക്കി കളയാണെന്നതാണ് വേറൊരു വാസ്തവം. അപ്പൊ അധികം വേസ്റ്റ് ഇല്ലാതെ അത് പറമ്പിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞ് ഉണ്ടാവുന്നതിനേക്കാൾ ഭേദം അത് കത്തിച്ചാലാണോ എന്നതിനെ കുറിച്ച് പോലും ഒരു പഠനം ഒന്നുകിൽ CWRDM അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കാണ്. ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ പരിഷത്തിന്റെ ഒക്കെ സ്വാധീനം കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചെടുത്തുനിന്ന് ഇന്നിപ്പോൾ നിരന്തരം ഇത്തരത്തിലുള്ള ചർച്ച ഡോക്ടർ സാമുവൽ പറയുന്നു, ഇവിടുത്തെ സയന്റിസ്റ്റുമാർ പറയുന്നു, അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കൂടുതൽ പഠിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. മനുഷ്യന്റെ അജ്ഞത കൊണ്ട് ആണ് പല കാര്യങ്ങളും നമ്മൾ തെറ്റായി ചെയ്തു പോകുന്നത്. 2050 സംസ്ഥാനത്തെ കാർബൺ സന്തുലിതമാക്കാനുള്ള സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി CWRDMന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സെക്ടറൽ കാർബൺ റിഡക്ഷൻ പദ്ധതി പ്രകാരമാണ് പഠനം നടത്തിയത്. കാലാവസ്ഥാ വ്യതിയാനമെന്ന ആഗോള പ്രശ്നത്തിന് വ്യക്തിഗത സംരംഭങ്ങളിലൂടെ തീർക്കുന്ന പ്രതിരോധം എന്ന നിലയിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനും വേങ്ങേരി നിറവ് റെസിഡൻസ് അസോസിയേഷൻ അംഗവുമായ ഡോക്ടർ ബാബു പറമ്പത്ത് 2010 നിർമ്മിച്ച് താമസിച്ചു വരുന്ന മേട CWRDM പഠന വിഷയമാക്കുന്നതും അംഗീകാരം നൽകുന്നതും. IPCC 2006 ഹരിതഗൃഹ വാതക മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് പഠനം നടത്തിയത്. 2024 ജനുവരിയിൽ ആരംഭിച്ച പഠനം ഡിസംബറിൽ പൂർത്തിയാക്കി. പരിസ്ഥിതി സമത്വത്തിൻ്റെയും സുസ്ഥിരതയുടെയും മാതൃകയാണ് മേട എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ CWRDM ശാസ്ത്രജ്ഞ ഡോക്ടർ KV ശ്രുതി പറഞ്ഞു. വീടിൻ്റെ ഊർജ ഉപയോഗം, ജലനിർഗമനം, മാലിന്യ നിർമ്മാർജ്ജനം, ഭൂവിനിയോഗം, വാഹന ഉപയോഗം എന്നീ പ്രധാന മേഖലകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്താണ് പഠനം നടത്തിയത്. ചടങ്ങിൽ CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് P സാമുവൽ അധ്യക്ഷനായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ K ശ്രീധരൻ, ശാസ്ത്രജ്ഞരായ ഡോക്ടർ ആശിഷ് K ചതുർവേദി, ഡോക്ടർ KV ശ്രുതി, ഡോക്ടർ ബാബു പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. ACV ന്യൂസ് കോഴിക്കോട്.